ഹലോ ഹായ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ പേര് നീനു, ഒരു കാനഡ മലയാളിയാണ്. കഴിഞ്ഞ ദിവസം ഞാൻ നയാഗ്ര കോളേജിനെ പറ്റിയും നയാഗ്ര ലൈഫിനെ പറ്റിയൊക്കെ ഒരു വീഡിയോ ചെയ്തിരുന്നു. അതിൻ്റെ ലിങ്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ പിൻ ചെയ്തേക്കാം. സോ ഇന്നത്തെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ കാനഡയിൽ എങ്ങനെ ഈസിയായി പാർട്ട് ടൈം ജോബ് കിട്ടാം, അതിന് ഞാൻ ചെയ്ത വഴികൾ എന്തൊക്കെ, അതിൻ്റെ ടിപ്സ് ആൻഡ് ട്രിക്സ് ആണ്. സോ ഞാൻ അധികം പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല, ജസ്റ്റ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. കാനഡയിലെ ഒരു സ്റ്റുഡൻറ്റിന് ഏറ്റവും അത്യാവശ്യമുള്ളൊരു കാര്യമാണ് പാർട്ട് ടൈം ജോബ് കിട്ടുക എന്നുള്ളത്. കാരണം ഒരു ഡൊമസ്റ്റിക് സ്റ്റുഡൻറ്റ്, അതായത് കനേഡിയൻ സിറ്റിസൺ കൊടുക്കുന്നതിൻ്റെ 3 ഇരട്ടി ഫീസാണ് ഒരു ഇൻ്റർനാഷണൽ സ്റ്റുഡൻറ്റ് കൊടുക്കുന്നത്. സോ നമുക്കൊരു പാർട്ട് ടൈം ജോബ് കിട്ടുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. കാരണം നമുക്ക് നെക്സ്റ്റ് ഇയർ ഫീസ് അടയ്ക്കേണ്ടതാണ്. സോ അതിനുവേണ്ടി ഞാൻ ചെയ്ത 3 വഴികളാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. സോ ഫസ്റ്റ് വൺ, റെസ്യൂമേ. ഒരു റെസ്യൂമേ നമുക്ക് എന്തായാലും വേണം. കാരണം ഒരു ജോലി സ്ഥലത്ത് ചെന്ന് നമ്മൾ ജോലി ചോദിക്കുമ്പോൾ അവർ ഫസ്റ്റ് ചോദിക്കുന്നത് റെസ്യൂമെയാണ്. സോ റെസ്യൂമേ പെർഫെക്റ്റ് ആണെങ്കിൽ മാത്രമേ ജോലി കിട്ടുള്ളൂ എന്നൊരു അഭിപ്രായം എനിക്കില്ല. ഏതൊരു എംപ്ലോയർ ആയാലും ഏതൊരു മാനേജർ ആയാലും ആദ്യം നോക്കുന്നത് നമ്മുടെ അവൈലബിലിറ്റി ആൻഡ് ഫുൾ ടൈം ആണോ പാർട്ട് ടൈം ആണോ വർക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അതാണ് അവരുടെ മെയിൻ കൺസേൺ. സോ ഒരു റെസ്യൂമേ നമുക്ക് തയ്യാറാക്കണം. നമ്മുടെ ഇന്ത്യയിലെ റെസ്യൂമേ പോലെയല്ല കനേഡിയയിലെ റെസ്യൂമേ. സോ അതിപ്പോൾ ഒരു ചാറ്റ് ജിപിടിനോട് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ ലേറ്റസ്റ്റ് റെസ്യൂമേ ഡിസൈൻ അവർ ചെയ്തു തരും. സോ അങ്ങനെ ഒരു റെസ്യൂമേ നമ്മൾ ഉണ്ടാക്കണം. മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു റെസ്റ്റോറൻറ്റിന് കൊടുക്കുന്ന റെസ്യൂമേ അല്ല നമ്മൾ ഒരു ഹോട്ടലിൽ കൊടുക്കുന്നത്. ഒരു ഹോട്ടലിൽ കൊടുക്കുന്ന റെസ്യൂമേ അല്ല നമ്മളൊരു സൂപ്പർ മാർക്കറ്റിൽ കൊടുക്കുന്നത്. സോ സെപ്പറേറ്റ് റെസ്യൂമേ നമ്മൾ ഉണ്ടാക്കണം. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, അതിൽ അവൈലബിലിറ്റി ടേബിളായിട്ട് തന്നെ നമ്മൾ എഴുതിയിരിക്കണം. കാരണം ഒരു എംപ്ലോയർ നോക്കുമ്പോൾ അവരുടെ അവൈലബിലിറ്റിയാണ് ഫസ്റ്റ് നോക്കുന്നത്. അത് അവർക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ നല്ല സൈസിൽ നല്ല ടേബിളായിട്ട് തന്നെ കൊടുക്കാൻ ശ്രമിക്കണം. മാത്രമല്ല, നമ്മൾ ഫുൾ ടൈം ആണോ പാർട്ട് ടൈം ആണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതും വ്യക്തമായിട്ട് തന്നെ നമ്മൾ അതിൽ ഇൻക്ലൂഡ് ചെയ്യണം. പിന്നെ നമ്മുടെ നെയിം നല്ല ക്യാപിറ്റൽ ലെറ്ററിൽ നല്ല സൈസിൽ അവർക്കത് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ രീതിയിൽ എഴുതണം. നമ്മുടെ ഫോൺ നമ്പർ, നമ്മുടെ ഇമെയിൽ അഡ്രസ്സ്, ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്യണം. സോ ഒരു റെസ്യൂമേ നമ്മൾ പ്രിപ്പയർ ചെയ്ത് എന്തായാലും വെക്കണം. സെക്കൻഡ് മെത്തേഡ് ആൻഡ് വെരി ഇമ്പോർട്ടൻറ്റ് മെത്തേഡ് എന്ന് പറയുന്നത്, നമ്മൾ ഒരു റെഫറൽ ഉണ്ടാവുക. അതായത് നമ്മൾ ആരെങ്കിലും ആ ഒരു സ്ഥാപനത്തിലേക്ക് റെഫർ ചെയ്യുക. അത് ചിലപ്പോൾ ആദ്യം തന്നെ സാധിക്കണമെന്നില്ല. കാരണം നമ്മൾ കാനഡയിലേക്ക് വരുമ്പോൾ നമുക്ക് എല്ലാവരെയും അറിയണമെന്നില്ല. സോ പക്ഷേ 1 to 2 മന്ത്സിൽ നമുക്ക് ഒരുപാട് കണക്ഷൻസ് ഉണ്ടാകും. സോ അവരോടൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. എനിക്കൊരു ജോലി വേണം, നിങ്ങളുടെ സ്ഥാപനത്തിൽ ജോലിയുണ്ടോ, ഒരു നാണക്കേടും കൂടാതെ അവരോട് ചോദിക്കുക. സോ അവർ റെഫർ ചെയ്യുവാണെങ്കിൽ നമുക്ക് ജോലി കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. ഇത് ഞാൻ എന്താ പ്രത്യേകം പറയുന്നതെന്ന് വെച്ചാൽ, എനിക്ക് ജോലി കിട്ടിയത് അങ്ങനെയാണ്. ഞാൻ വിന്ററിലാണ് വന്നത്. സോ ജോലി വളരെ കുറവായിരുന്നു. ആ ഒരു സമയത്ത് ഞാൻ എനിക്ക് പറ്റാവുന്നവരോട് അല്ലെങ്കിൽ എനിക്ക് അറിയാവുന്നവരോടൊക്കെ ചോദിച്ചിരുന്നു, എനിക്കൊരു ജോലി വേണം, നിങ്ങൾക്ക് വല്ലതും അറിയോ. അവരെല്ലാം പറഞ്ഞത് ഈ വിന്റർ ഒന്ന് കഴിഞ്ഞോട്ടെ, ഞങ്ങൾ ശരിയാക്കി തരാം. അങ്ങനെ വിന്റർ കഴിഞ്ഞ സമയത്ത് എനിക്കൊരു റെഫറൽ വഴിയാണ് ജോലി കിട്ടിയത്. സോ ഒരു ബുദ്ധിമുട്ടും കൂടാതെ മറ്റൊരാളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് ജോലി ആവശ്യപ്പെടണം. നമ്മൾക്ക് അങ്ങനെ ഒരാളെ റെഫർ ചെയ്യാനുണ്ടെങ്കിൽ നമ്മൾ റെസ്യൂമെ കൊണ്ടുപോയി കൊടുക്കാൻ നേരത്ത് റെസ്യൂമിൽ അതും കൂടി ഇൻക്ലൂഡ് ചെയ്യണം. റെഫറൻസ് ചെയ്യുന്ന ആളുടെ പേരും നമ്പറും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് ആ റെസ്യൂമെ സബ്മിറ്റ് ചെയ്യണം. സോ അങ്ങനെ ചെയ്യുവാണെങ്കിൽ നമുക്ക് ജോലി കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ആൻഡ് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ഒരു രീതി, ഒരു ഇമ്പോർട്ടൻ്റ് ആയ ഒരു രീതി എന്ന് പറയുന്നത് റെഫറൽ കൊടുക്കുക തന്നെയാണ്. സോ അങ്ങനെ ഒരു ഓപ്ഷൻസ് നിങ്ങൾ ആദ്യമേ തന്നെ നോക്കി നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നമുക്ക് പറ്റുന്നൊരു ജോലി അങ്ങനെ കണ്ടുപിടിക്കാൻ ശ്രമിക്കണം. പിന്നെ മൂന്നാമത്തെ മെത്തേഡാണ്, നമ്മൾ റെസ്യൂമേ തയ്യാറാക്കി സെപ്പറേറ്റ് ഓരോ ഷോപ്പിലും റെസ്റ്റോറൻറ്റിലും ഹോട്ടലിലൊക്കെ കൊണ്ടുപോയി കൊടുക്കണം. അങ്ങനെ കൊണ്ടുപോയി കൊടുത്താൽ മാത്രം പോരാ, നമ്മൾ ഒരു ദിവസം കൊടുത്തിട്ട് അടുത്ത ആഴ്ച അത് ഫോളോ അപ്പും ചെയ്യണം. കൂടാതെ നമ്മൾ ഈ റെസ്യൂമേ കൊടുക്കേണ്ടത് മാനേജർക്കാണ്. ഇപ്പോൾ ഒരു റെസ്റ്റോറൻറ്റിൽ ചെല്ലുകയാണ്, അവിടെ എംപ്ലോയീസ് ഉണ്ടാകും. എംപ്ലോയീസിനോട് മാനേജറിനെ ചോദിക്കുക, എന്നിട്ട് മാനേജറുടെ കയ്യിൽ നേരിട്ട് ഈ റെസ്യൂമേ കൊടുക്കുക. കാരണം എംപ്ലോയീസിൻ്റെ കയ്യിലാണ് കൊടുക്കുന്നതെങ്കിൽ ചിലപ്പോൾ അവർ മറന്നു പോകാം, ചിലപ്പോൾ ഒരു മാനേജർ കയ്യിൽ കൊടുക്കാതിരിക്കാം. സോ സേഫ് ആയിട്ട് എപ്പോഴും മാനേജറുടെ കയ്യിൽ കൊടുക്കാൻ ശ്രമിക്കണം. അതേപോലെ തന്നെ ഇവിടുത്തെ ഫേമസ് സൂപ്പർ മാർക്കറ്റുകളാണ് വാൾമാർട്ട്, ഫ്രഷ്കോ, നോ ഫ്രിൽസ്. സോ അവിടെയെല്ലാം നമ്മൾ വെബ്സൈറ്റിൽ കയറിയാണ് അപ്ലൈ ചെയ്യുന്നത്. ഇപ്പോൾ വാൾമാർട്ട് ആണെങ്കിൽ walmartcareer.com കയറിയിട്ട് നമ്മൾ അപ്ലൈ ചെയ്യാം. അങ്ങനെ അപ്ലൈ ചെയ്തതിന് ശേഷം ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ നേരെ വാൾമാർട്ടിലേക്ക് പോവാം. പോയിട്ട് അവിടെ മാനേജറെ ചോദിച്ചിട്ട് മാനേജറോട് സംസാരിക്കും. അപ്പോൾ അവർ പറയാൻ പോകുന്ന കാര്യം, നിങ്ങൾ വെബ്സൈറ്റിൽ കയറി അപ്ലൈ ചെയ്യൂ. അപ്പോൾ നമുക്ക് പറയാം, ഞാൻ അപ്ലൈ ചെയ്തു, എൻ്റെ പേര് ഇങ്ങനെയാണ്, ഞാൻ കഴിഞ്ഞ ദിവസം അപ്ലൈ ചെയ്തിട്ടുണ്ട്.
മാത്രമല്ല നമ്മൾ ഈ വാൾമാർട്ടിലൊക്കെ പോകുമ്പോൾ യൂഷ്വലി അവിടെ മലയാളീസ് അല്ലെങ്കിൽ ഇപ്പോൾ തമിഴർ അവരൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടാകും. 1, 2 ദിവസം നമ്മൾ ഈ വാൾമാർട്ടിലൊക്കെ പോകുമ്പോൾ അവരായിട്ടൊരു പരിചയമാകും. നമ്മൾ അങ്ങോട്ട് ചെന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നമ്മൾ ഇങ്ങനെ അപ്ലൈ ചെയ്തിട്ടുണ്ട്, എന്തെങ്കിലും ഒരു ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ എന്ന് ചെയ്യുമ്പോൾ അവർക്കും അതൊരു ഹെൽപ്പ് ചെയ്യാൻ പറ്റും. സോ ആ ഒരു ഓപ്ഷനും കൂടി നിങ്ങൾ അഡോപ്റ്റ് ചെയ്യണം. അവരോട് നമ്മൾ അങ്ങോട്ട് പോയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഞാനിങ്ങനെ ജോലി നോക്കുന്നുണ്ട്, അപ്ലൈ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ? അപ്പോൾ അവരെ കൊണ്ട് പറ്റാവുന്ന പോലെ അവരും ഹെൽപ്പ് ചെയ്യാൻ ശ്രമിക്കും. മാത്രമല്ല അവർ ചിലപ്പോൾ പറയും ഞാൻ റെഫറൽ തരാം, അത് വെച്ച് ഒന്നും കൂടി അപ്ലൈ ചെയ്ത് നോക്കൂ. സോ ആ ഒരു മെത്തേഡും കൂടി നമ്മൾ അഡോപ്റ്റ് ചെയ്യണം. ഈ 3 മെത്തേഡാണ് ബേസിക്കലി കാനഡയിലേക്ക് വന്നപ്പോൾ ഒരു പാർട്ട് ടൈം ജോബ് കിട്ടാനായിട്ട് ഞാൻ അഡോപ്റ്റ് ചെയ്തത്. ആൻഡ് അത് സക്സസ്ഫുൾ ആയിട്ടുമുണ്ട്. സോ കാനഡയിലേക്ക് വരാനിരിക്കുന്ന ന്യൂ കമേഴ്സ് ഈ രീതി ഒന്ന് അഡാപ്റ്റ് ചെയ്യുക. ആൻഡ് അവർക്ക് ഈ ഒരു വീഡിയോ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. സോ ഹെൽപ്ഫുൾ ആയി തോന്നിയാൽ പ്ലീസ് ഡു ലൈക്ക്, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ.